എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് ഇന്നും ഒരു ഫാളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലത്തെ അത്ര ഇല്ലെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലുമൊക്കെ അത്യാവശ്യം ഒരു 600 പോയിൻറ്റോളം, ബാങ്ക് നിഫ്റ്റിയിൽ 700-ഉം സെൻസെക്സിൽ ഒരു 500 പോയിൻറ്റിൻ്റെയും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി ഒരു 150 പോയിൻറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ നെഗറ്റീവിൽ തന്നെയാണ്. US ഫെഡറൽ റിസർവിൻ്റെ പണവായ്പാ നയത്തിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇന്നാണ് അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മാർക്കറ്റിൽ നാളെയാണ് കാണാൻ കഴിയുള്ളൂ. മാത്രമല്ല ഡോ ജോൺസ് തുടർച്ചയായ 9 ദിവസം ഒരു ഫാളിന് ശേഷം ഇന്നാണ് ചെറുതായിട്ടൊരു പോസിറ്റീവിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കൂടുതലൊന്നുമില്ല, ഒരു 120 പോയിൻറ്റിൻ്റെ പോസിറ്റീവാണ്. അതേസമയം S&Pയും നാസ്ഡാക്കൊക്കെ സ്ലൈറ്റ്ലി റെഡിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ പ്രതീക്ഷിക്കുക. അതായത് നമ്മുടെ മാർക്കറ്റിന് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് US ഫെഡറൽ യോഗത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇനിയും ഉയരും. അതേസമയം നമ്മുടെ മാർക്കറ്റിന് ഇനിയും ഹൈയിലേക്ക് പോകാനുള്ള ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് പറയുന്നത്. GDP വളർച്ച തിരിച്ച് കയറുമെന്ന് മിനിസ്റ്റേഴ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ മാർക്കറ്റ് അത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മെയിനായിട്ട് ഇന്നും നമ്മുടെ മാർക്കറ്റ് ഒരു ഇടിവിന് കാരണം US-ൻ്റെ ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താവും എന്നുള്ളതാണ്. 25% കുറയ്ക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സൊക്കെ US വിപണിയിൽ പോകുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇനിയും കുറേശ്ശെ ഇടിഞ്ഞതിന് ശേഷമായിരിക്കാം പിന്നീട് ഒരു റിക്കവറി ഉണ്ടാവുക എന്ന് വിചാരിക്കുകയാണ്. നല്ല വാർത്തകൾ വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ പറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് നല്ല പ്രോഫിറ്റ് വീണ്ടും കിട്ടിയിട്ടുണ്ടാവും. നോക്കൂ, നിഫ്റ്റിയിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ 24,250 താഴെയാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ഇവിടെ 24,170 സപ്പോർട്ട് നമ്മൾ പറഞ്ഞു. ഇതിന് താഴെ 1 അവർ ടൈം ഫ്രെയിമിലാണ് നമുക്ക് എൻട്രി ഉള്ളത്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് പ്രോഫിറ്റാണ്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും എല്ലാം തന്നെ നമുക്ക് ഇന്ന് പ്രോഫിറ്റാണ്. തുടർച്ചയായ 3 ദിവസവും സെൻസെക്സും അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് ഇന്ന് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതാണ്, അതായത് ബാങ്ക് നിഫ്റ്റി ട്രിപ്പിൾ ബോട്ടം ക്രിയേറ്റ് ആയിട്ടില്ല. ഇന്നലെ ബാങ്ക് നിഫ്റ്റി എവിടെ ആയിരുന്നല്ലോ. അതേസമയം നമ്മൾ ഇന്നലെ വരച്ച, അതായത് 1 അവർ ടൈം ഫ്രെയിമിൽ വരച്ച ആ ഒരു സപ്പോർട്ട് ലെവൽ വളരെ കൃത്യമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നോക്കൂ. നിഫ്റ്റിയിൽ 24,170, അതേപോലെ തന്നെ 24,150 വന്നു. എന്നിരുന്നാലും 24,170 എന്ന് പറയുമ്പോൾ നമ്മുടെ സപ്പോർട്ട് ലെവലിനും കുറച്ച് താഴെ ആണ് വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നും അല്പം താഴെ വന്നിട്ടുണ്ട്. സെൻസെക്സിലും 1 അവർ ടൈം ഫ്രെയിമിൻ്റെ താഴെ വന്നിട്ടുണ്ട്. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 80,000 എന്നുള്ളൊരു സൈക്കോളജിക്കൽ ലെവൽ, ഈ ലെവലിനും താഴെ വരുമോ എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് താഴെ വന്നിട്ടില്ല. 80,050 വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട്. നാളെ ഈ ഒരു ലെവലിന് താഴെ വരികയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടെ ഇടിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് നാളത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് നോക്കിയിട്ട് നമുക്ക് ഏതെല്ലാം ട്രേഡുകൾ എടുക്കാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യമായിട്ട് നിഫ്റ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് 24,150 എന്നുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. അവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് തിരിച്ച് മുകളിലേക്ക് പോയത്. നാളെ 24,000 താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ അത്ര പോകേണ്ട ആവശ്യമില്ല. 24,070 താഴെ അതൊരു സപ്പോർട്ടാണ്. 24,070 താഴെ ഒന്നുകൂടെ സേഫ്റ്റി ആയിട്ട് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ 24,000 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാം. അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഈ റെസിസ്റ്റൻസ് സോണിന് മുകളിൽ ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 അവർ ടൈം ഫ്രെയിമിൽ 24,360 മുകളിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ 24,255 മുകളിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് എടുത്ത് പോകാം. ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് തന്നെ എടുത്ത് പോകാം. 24,150 താഴെ ഇത് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് ഇന്ന് ആക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. സെൻസെക്സിലേക്ക് വരുമ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു മേജർ സപ്പോർട്ടായിട്ട് ഇതാണ് 79,770.
ഒന്നും കൂടെ സെക്യൂറായിട്ട് നമുക്ക് എടുത്ത് പോകാമെന്ന് വെച്ചാൽ ഈ ഒരു സ്വിങ്ങിൽ നിന്ന് നമുക്ക് പിടിച്ചാൽ മതി. 79,620 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ സെൻസെക്സിൽ ഡൗൺ സൈഡിലേക്ക് എടുത്തു വരാം. അപ്പ് സൈഡിലേക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി നമുക്ക് നാളെ പോസിബിളാണ്. ഇതൊരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. 80,640 മുകളിൽ ഇത് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്കും എൻട്രി എടുക്കാം. 5 മിനിറ്റ്സ് ക്യാൻഡിലേക്ക് വരുമ്പോൾ ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈസി ആയിട്ട് എടുത്ത് വരാം. 80,000 താഴെ 80,000 എന്നുള്ളൊരു സൈക്കോളജിക്കൽ ലെവലാണ്. അതിന് താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്ത് വരാം ഡൗൺ സൈഡിലേക്ക് 80,000. ഓക്കെ, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അത് തന്നെ അപ്പ് സൈഡിലേക്ക് ഇവിടെ നിന്നും എൻട്രി പോസിബിളാണ് 80,380 മുകളിൽ. അപ്പോൾ സെൻസെക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വെയിറ്റ് ചെയ്യുകയാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ 51,690 താഴെ എൻട്രി എടുക്കാം. അപ്പ് സൈഡിലേക്ക് 52,760 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. അതുതന്നെ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ 5 മിനിറ്റ്സിൽ ഈ ഒരു സ്വിങ്ങിൽ നിന്ന് 52,345 മുകളിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ അപ്പ് സൈഡിലേക്ക് എടുത്ത് പോകാം. ഡൗൺ സൈഡിലേക്ക് 52,000. ഓക്കെ, 52,000 താഴെ ഡൗൺ സൈഡിലേക്കും ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കാം. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഇതുപോലെ കറക്റ്റായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇന്നൊരു ന്യൂസ് ഉണ്ട് ഞെട്ടിക്കുന്ന, അതായത് യൂട്യൂബേഴ്സിനെ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ്. ഞാനതൊന്ന് വായിക്കാം. അതായത് രജിസ്ട്രേഷൻ ഇല്ലാതെ നിക്ഷേപക ഉപദേശം. അതായത് നമ്മളെപ്പോലെ നിക്ഷേപിക്കാൻ, പക്ഷേ നമ്മൾ നിക്ഷേപിക്കാനുള്ള ഉപദേശമൊന്നും കൊടുക്കുന്നില്ല. നിക്ഷേപക ഉപദേശം 9.5 കോടി രൂപയാണ് ഫൈൻ അടയ്ക്കാമെന്ന് അറിഞ്ഞിരിക്കുന്നത്. ആര്? സെബി യൂട്യൂബർക്കെതിരെ. പക്ഷേ അവർ വലിയ തിമിംഗലങ്ങളാണ് കേട്ടോ. യൂട്യൂബറായ രവീന്ദ്ര ബാലുഭാരതിക്കും രവീന്ദ്ര ഭാരതി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെയാണ് സെബി നടപടി. നിയമലംഘനത്തിലൂടെ സമ്പാദിച്ച 9.5 കോടി രൂപ തിരിച്ചടക്കണമെന്നാണ് സെബിയുടെ ഉത്തരവ്. 2025 ഏപ്രിൽ വരെ സെക്യൂരിറ്റി മാർക്കറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രവീന്ദ്ര ബാലുഭാരതിക്കും കമ്പനിക്ക് സെബി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു പേടിയെങ്കിലും നമ്മളൊന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒന്നുമല്ല. വലിയ വലിയ യൂട്യൂബർമാരെ അപേക്ഷിച്ച് നമ്മളൊക്കെ നമുക്ക് കിട്ടിയ നോളേജുകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നു എന്നുള്ളതിലുപരി അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ എന്നാലും ഭയം തന്നെ. കാരണം ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ ഉണ്ടാവില്ല. ഓക്കെ, ഏതായിരുന്നാലും നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. നിങ്ങൾക്ക് നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ബൈ.